ഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 22. And bear a son, and they shall call his name Emmanuel, which means God with us. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിക്കാൻ തൊക്കൊണ്ടമിടയായി. This is a portion that we are very familiar with. പുരാതന സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ പുരാതന സംസ്കാരത്തിൽ പേരുകൾക്ക് വളരെ അർത്ഥമുണ്ട്. In the old age, names had big worthiness or importance to those people at that time. പേര് പേരുകൾക്ക് എല്ലാവർക്കും ഭയങ്കര അർത്ഥമുണ്ട്. All the names were very important, had much meaning to it. എനിക്കൊരു ചോദ്യം ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ? If I ask you the meaning of your name, do you know what it means? ജോളിമാമ എന്നെ പാസ്റ്റർ ചോദിക്കല്ലേ എന്നാ. ബെന്നിച്ച പേരിന്റെ അർത്ഥം അറിയാം? ഇല്ല. ആമേൻ. ആർക്കറിയാം അവരുടെ പേരിന്റെ അർത്ഥം? Who knows the name of their meaning? ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഭയങ്കര അർത്ഥമാണ്, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടാണ് മാതാപിതാക്കൾ കഴിഞ്ഞ അല്ലെങ്കിൽ പണ്ട് കാലയളവിൽ പുരാതന ഓൾഡ് ടെസ്റ്റ്മെന്റ് ഏജിൽ ഇങ്ങനെ പറയാം, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഏജിൽ പേരുകൾ ഇടുന്നു. In the Old Testament age, the parents took it very seriously while they're naming their child. ആ പേരിന് തക്കവണ്ണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വ്യക്തിത്വം, സ്തോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം. That name will be based on your behavior and your personality and how you will act towards in the future. അപ്പോൾ ചിലപ്പോൾ പറയാറില്ല, ഒന്നിൽ പേര് മാറ്റണം അല്ലെങ്കിൽ അതെനിക്കറിയാം കറക്റ്റ് ആയിട്ട്. So oftentimes we'll say either we need to change or you guys know what goes after that. അപ്പോൾ നമ്മുടെ പേര് ആരാണെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിൽ. There was once upon a time where a name was reflected as that person's own personality or behavior. സ്നേഹ ഇവിടെ ആരും ഇല്ലല്ലോ. സ്നേഹ എന്ന് പേരുണ്ടായിട്ട് സ്നേഹമില്ലാത്തവരെ കാണാറുണ്ട്. There's people who named after Sneham or love and they don't show that love to other എന്നെ people. പലരും നോക്കുന്നു, പാസ്റ്ററെ അങ്ങനെ മലയാള അർത്ഥമുള്ള പേര് പറഞ്ഞിട്ട് അങ്ങനെ പറയല്ലേ എന്ന് നോക്കുന്നുണ്ട് നിങ്ങളെല്ലാം. കർത്താവ് സഹായിക്കട്ടെ. എന്നിരുന്നാലും പേരിന് ഭയങ്കര അർത്ഥമാണ്. But in other words, there's much importance to name. പക്ഷേ ഈ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ അല്ലെങ്കിൽ ദൈവം തന്നെ സ്വയം പ്രഖ്യാപിച്ച് തന്റെ പേരിനെ വെളിപ്പെടുത്തുകയാണ്. That God himself is revealing the name that he gave himself. Here is what we read here today. ഞാൻ ഒരു ഭാഗത്ത് ഇപ്രകാരം കണ്ടത്, പിതാവായ ദൈവത്തെ സ്വർഗത്തിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് us എന്നൊരു ഭാഗം പറയുന്നുണ്ട്. One of the biggest mission statement from heaven itself is God, Emmanuel, God is with us. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഏറ്റവും അതിയായ ആഗ്രഹം, മക്കളെ ശ്രദ്ധിക്കണമെന്ന്, ഏറ്റവും അതിയായ ആഗ്രഹം, ദൈവത്തിന് വലിയ സ്വപ്നമാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കാൻ. അതാണ് ഈ പേരിനകത്തൂടെ വെളിപ്പെടുത്തുന്നത്. God's biggest desire and it's one of his biggest dreams is why he says it like this, God, Emmanuel, God is with us, is what he wants for us. നമ്മൾ ദൈവമക്കൾ ഇങ്ങനെ പറയാം, ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഒരുപോലെ പഠിച്ചാലും ദൈവം നമ്മോട് കൂടെ ചലിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. If we study the Old Testament and the New Testament, we can learn that God himself is always wanting to be with his people. ഇന്നൊക്കെ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യ ചാപ്റ്റർ 7 വേഴ്സ് 14, ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ യെശയ്യാവ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. Isaiah chapter 7 verse 14, he himself is revealing this in his book before. ഒന്ന് വായിക്കാമോ? മതിയമ്മാമേ, അത് മതി. The Lord himself will give you a sign. The virgin is going to have a baby. She will give birth to a son who will be called Emmanuel. ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് യെശയ്യാവ് വളരെ ശക്തമായി ദൂത് പറയുന്നു. So Isaiah is prophesying to the people that one day a child will be born and will be called Emmanuel. നാം ഇന്ന് പകൽക്കാലം ഈ ഒരു ഭാഗത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. So today I have a desire to learn about the history of this part. എനിക്ക് തോന്നുന്നില്ല ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് കയറി ഒത്തിരി കാര്യങ്ങൾ പറയാൻ തക്കവണ്ണം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ദൈവാത്മാവ് നിയോഗിക്കുന്നത് പോലെ പോകട്ടെ. I want to lead according to how God wants us to lead today. Okay. ശലോമോൻ രാജാവിന്റെ ഭരണശേഷം കിങ്ഡം രണ്ടായിട്ട് ഡിവൈഡ് ആകുകയാണ്. So after the reign of Solomon, the kingdom is being divided into two. ഞാൻ വളരെ ശാന്തമായി പോകുന്ന ഹിസ്റ്ററി കുറച്ചുകൂടി ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചെന്നെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇടയ്ക്ക് നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാൻ കഴിയത്തില്ല. പക്ഷേ ഈ അർത്ഥവ്യാഖ്യാനത്തിലേക്ക് ഒന്ന് വരികയാണ്. I'm going very calmly so that each one of us understands the history of what's going on here today. അപ്പോൾ
കിങ്ഡം രണ്ടായി ഡിവൈഡ് ആയി ഞാൻ മുൻപ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേൽ നോർത്തേൺ കിങ്ഡം എന്നും ജൂത സദേൺ കിങ്ഡം എന്നും രണ്ടായി വിഭാഗിക്കപ്പെടുകയാണ്. So the kingdom is divided into two, northern Israel and southern, which is called Judah. ആമേൻ. അപ്പോൾ ഈ യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവീക നിയോഗത്താൽ രാജകീയ അഭിഷേകം പ്രാപിച്ചൊരു കൂട്ടരാണ് യഹൂദരെന്ന് ജൂത എന്ന് So പറയുന്നത്. after Jacob blesses his sons, Judah becomes as a kingdom tribe, or that's what Jacob blessed them as with. അത് വായിക്കണ്ടെങ്കിൽ പറഞ്ഞു പോകാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. We can see that in Genesis chapter 49. എങ്കിലും ഒന്ന് വായിച്ച് 49 ഒന്ന് എടുത്താട്ടെ. Chapter 49. 8 ആമേൻ വേഴ്സസ് 8 ഓൺവേഴ്സ് ഒന്ന് വായിച്ചാട്ടെ. 8, 9, 10 ഒന്ന് വായിച്ചാട്ടെ. ആ മതി മമ്മേ. വ്യക്തമായി കാണാൻ ആ അർത്ഥവ്യാഖ്യാനം വ്യക്തമായി കാണുവാൻ കഴിയും. ഒരു രാജകീയ അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു രാജകീയ കൈമാറ്റം അവരുടെ മേലുണ്ട്. So a kingship role has been given from Jacob into the people of Judah themselves. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അപ്പം സദേൺ കിങ്ഡം ആണ് ജൂത എന്ന് പറയുന്നത്. So it divided into two, and the southern kingdom is called Judah. യൗവനക്കാരൻ ശ്രദ്ധിച്ചെന്നെ കേൾക്കണം. Young ones, listen, pay attention. അതിലെ 12ാമത്തെ 12th കിങ് ആണ് ആഹാസ് എന്നറിയപ്പെടുന്നത്. So the 12th king of Judah is called or named Ahaz. മക്കളെ, ഈ ആഹാസ് രാജാവാകുമ്പോൾ തനിക്ക് എത്ര വയസ്സാണെന്ന് അറിയാമോ? 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. Ahaz was only 20 years old when he became king of Judah. തൻ്റെ പിതാക്കന്മാരായിട്ടുള്ള യോധാമിൻ്റെ പിതാവായ ഉസിയ ദൈവഭയത്തോടെ രാജഭരണം ചെയ്ത ചരിത്രത്തെ നമുക്ക് കാണുവാൻ And we കഴിയും. see Ahaz, the son of Ramaliah, and the son of Jotham. We see the history of his family in there. We can see. അപ്പോൾ ഇസ്രായേൽ രാജാക്കനായ പേക്കഹും യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വരികയാണ്. So there's a battle that's coming against Pekah here. We can see as we read there. നമുക്ക് ഒത്തിരി മനസ്സിലാകത്തില്ല. ഒരുമിച്ചൊന്ന് വായിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എടുത്താട്ടെ. ഐശയ ചാപ്റ്റർ 7 വേഴ്സ് 1 തൊട്ടൊന്ന് വായിച്ചാട്ടെ. ഐശയ ചാപ്റ്റർ 7 വേഴ്സ് 1. നാം ഇമ്മാനുവൽ ചിന്തിച്ചു വരുന്നത്. ഐശയ ചാപ്റ്റർ 7 വേഴ്സ് 1. ആ നോക്കി, 2 രാജാക്കന്മാർ ഒരുമിച്ച് ആഹാസിന്റെ നേരെ, യെരൂശലേമിന് നേരെ, യൂദയ്ക്ക് നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വരികയാണ്. So two kings are coming against each other, coming together to go against Jerusalem. അപ്പോൾ മുൻപേ പറഞ്ഞു ഈ സമയത്ത് ആഹാസിന് എത്ര വയസ്സാണ്? So how old is Ahaz? എത്രയായിരുന്നു? വായിക്കാം. 2 Kings chapter 16 verses 2 ഒന്ന് വായിച്ചേ. ആ ആ നോക്കിക്കേ. പക്ഷേ ഈ ആഹാസിന്റെ പിതാക്കന്മാരെന്ന് നമുക്ക് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ഉസിയാവിന്റെ മകനായ യോധാമിന്റെ മകനായ യഹൂദ രാജാവായ ആഹാസ്. അപ്പോൾ ഉസിയാവ് ഗ്രാൻഡ് ഫാദറും യോധാം ഫാദറുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. So we can see in Isaiah 7:1, Uzziah is the grandfather and Jotham is the father. പക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, ചരിത്രം പഠിച്ചു വരുമ്പോൾ പിതാക്കന്മാരെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ദാവീദ് രാജാവാണ് പിതാവ് എന്നൊരു നിലവാരത്തിലാണ് ആ ഒരു ട്രൈബ് കടന്ന്, ആ റൂട്ട് കടന്നു വരുന്നത്. As we learn the history and keep on reading from there, we can see David is the one who's being revealed there as one of the kings there. മക്കളെ, നമുക്ക് ചർച്ച് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ 2 രാജാക്കന്മാരും യോഥാമും ഉസിയാവും ദൈവ നിയോഗത്തോടെ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചവരാണ്. And Jotham and Uzziah, the grandfather and father of the Ahaz, led in a very
very righteous way their country or their പക്ഷെ ഇവർ nation. മരിച്ചതിന് ശേഷം 20-ാമത്തെ വയസ്സിൽ ഇവൻ രാജാവാകുക. But after they died, Ahaz the king becomes a king, coming to king at 20 years മക്കളെ, old. ഈ 20-ാമത്തെ വയസ്സിൽ തന്റെ മേൽ ഒരു അധികാരം, രാജകീയ അഭിഷേകം So the വീഴുകയാണ്. power and authority of a nation falls under Ahaz പക്ഷേ here. ഈ രാജാവ് കണ്ടു വളർന്നത് അല്ല താൻ ജീവിച്ചു So what കാണിച്ചത്. Ahaz saw and learned from his father is not what he lived through in his king years. വ്യക്തമായി മനസ്സിലാക്കുക. ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സഭായുഗത്തിലേക്ക് വരുമ്പോൾ രാജകീയ അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? So what is നമ്മുടെ മേൽ പകർന്നിട്ടുള്ള പുത്രത്വത്തിന്റെ ആത്മ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ എന്താ വിളിച്ചേ? കമോൺ, എന്താ? അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിട്ട് എന്താ ചെയ്തേ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം അവൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം എന്ന് പത്രോസ് ലേഖനത്തിൽ പറയുകയാണ്. So Peter, he says that we who were once under the power of darkness of this world, now we're called into the righteous heavenly calling under the Spirit of God Himself. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ അപ്പന്മാരും നമ്മുടെ അമ്മമാരുടെ മേലും രാജകീയ അഭിഷേകം വീണത് പോലെ തന്നെ പുതിയ നിയമസഭയാകുന്ന നമ്മുടെ മേലും രാജകീയ അഭിഷേകം വീണിട്ടുണ്ട്. Just like the heavenly calling, righteous calling was called on our parents and our grandparents, it has fallen upon us as മക്കളെ, well. നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുക. ഞങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ മേലും വീണിട്ടുണ്ട്. The same way we accepted Jesus as a personal savior has fallen upon you as പക്ഷെ well. ഡാഡിയും മമ്മിയും വിശ്വസ്തരായതുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരാകണമെന്നില്ല. Just because dad and mom are faithful doesn't mean you have to be faithful. ഇവിടെ നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും വിശ്വസ്തരാണ്, നമ്മൾ Just because വിശ്വസ്തരാകണമെന്നില്ല. our parents were faithful doesn't mean we have to ഇവിടെ remain കാണാൻ കഴിഞ്ഞ faithful. 16 വർഷം താൻ വാണു. 16 years he reigned over that നോക്കിയാൽ nation. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും എത്ര നാളായി? So how long has it been since you baptized and got saved? നമ്മെ കുറിച്ച് സ്വർഗം ഇതുപോലെ പറയൂ. This will heaven say the same way. ഏത് നിലവാരത്തിനകത്താണ് സ്വർഗം നമ്മളെ കുറിച്ച് In what പറയുന്നത്? way will the heaven describe ആമേൻ. you? തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുന്ന ഫിന്നി എന്ന് പറയാൻ പറ്റുമോ? Can he say, hey, Asher or Phineas is doing the same thing I have desired of him? ജോനാഥാൻ ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുന്ന ജോനാഥാൻ എന്നും അല്ലെങ്കിൽ സാറേ എന്നൊക്കെ പറയാൻ പറ്റുമോ? Will heaven look at you two and say their മക്കളെ, desire moving in my ശോഭന, നിന്നെ desire? നോക്കി കർത്താവ് അങ്ങനെ പറയൂ? Will God say that towards you? അല്ലെങ്കിൽ സഹോദരന്മാരെ നിങ്ങളെ നോക്കി കർത്താവ് അങ്ങനെ പറയൂ? Brothers, will God look at you and say the same മറന്നു പോകരുത്, thing? ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് us. Don't forget, Emmanuel, God is ആമേൻ. with us. അതിലേക്കാണ് നമ്മൾ കടന്നു That's വരുന്നത്. what we're going to. നോക്കേ, ഇങ്ങനെ ദൈവമില്ലാതെ നടക്കുന്ന ഒരു കാലം. So a time where no one's walking with the Lord. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വീണ്ടും Come വന്നാട്ടെ. back to Isaiah 7:1. ആ അമ്മാമേ, ആഹാസിന്റെ അപ്പൊ ആ കാലത്ത്, ഏത് കാലത്താ? What time is this happening? ദൈവമില്ലാതെ നടക്കുന്ന A കാലത്ത്. time where they're walking without the Lord. ഓക്കെ, ഇനി വായിച്ചോ. ആ ആ നോക്കിക്കേ, ഇനി 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 2 രാജ 2 Kings chapter 16 verses 5 ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ആ ആ ആ ആ ഇനി ഒരു കാര്യം വ്യക്തമായി തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു Now you കേൾക്കണം. need to understand very couple things here today. രാജകീയ അഭിഷേകം പ്രാപിച്ചിട്ടും അവിടെ അക്കാലത്ത്, ഏത് കാലത്ത്? ദൈവമില്ലാതെ നടക്കുന്ന കാലത്ത് 2 രാജാക്കന്മാർ ഇവരെ നിരോധിക്കാൻ യുദ്ധത്തിന് വരികയാണ്. A man has received the heavenly calling, but he's not walking the way of the Lord. Now 2 people are coming for battle against എന്ന് him. പറഞ്ഞാൽ ഒരു ഭയരഹിതമായ ഒരു പേടിപ്പെടുത്തുന്ന So സാഹചര്യം. a time where great fear is starting to happen. പക്ഷെ വചനം വ്യക്തമായി വിളിച്ചു But the പറയുക, word of God clearly states അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. that they could not overpower വീണ്ടും him. ഇങ്ങനെ പറയാം, ദൈവമില്ലാതെ നടക്കുമ്പോഴും പലപ്പോഴും നമ്മൾ തകർന്നു പോകാത്ത നമ്മുടെ വിശുദ്ധിയുടെ കൂടുതലല്ല. Even if you're walking without God, the reason why we're not falling is not because we have faith in him. ദൈവത്തിൽ നകന്ന് ജീവിക്കുന്ന യൗവനക്കാരി മാതാപിതാക്കളെ ഓൺലൈൻ വഴി വാച്ച് വ്യക്തമായി മനസ്സിലാക്കണം. പലപ്പോഴും പറയുന്ന സാക്ഷ്യവാചകങ്ങൾ ലഭിച്ചു, നന്മകൾ ലഭിച്ചു, സന്തോഷം തന്നെ. പക്ഷെ എന്നിരുന്നാലും ചിലതിനകത്ത് തകർന്നു പോകാതെ നിലനിൽക്കുന്നത് എൻ്റെ നിങ്ങളുടെയും വിശുദ്ധിയുടെ കാലമല്ല. ആമേൻ. വിശുദ്ധി കൂടുതലില്ല. എവിടേക്ക് ആ ഒരു കാലം ഇന്നും നമ്മൾ കൂടെ ജീവിക്കുകയാണ്. So young ones, you have to understand that the reason why me and you are here today is not because of a faithfulness of God, a faithfulness towards God, but because of what he has done towards us out of his mercy. ജീസസ്. ദൈവജനമേ, ആ കരങ്ങൾ ഉയർത്തി കർത്താവ് നന്ദി Can we thank പറഞ്ഞാട്ടെ. our Lord?
സ്തോത്രം. ആ കാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടാകരുത്. At that time, what was happening should not happen to what it did today in നമ്മുടെ today's day. മക്കളൊന്നും നമ്മെ നോക്കി അങ്ങനെ പറയരുത്, എന്റെ ഡാഡി ആ കാലത്ത് നന്നായിട്ടൊന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് ഭവിക്കയില്ലായിരുന്നു, മമ്മി നന്നായി ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് ഭവിക്കയില്ലായിരുന്നു എന്ന് തലമുറ നമ്മെ Our കുറിച്ച് children in പറയരുത്. the future should not say, if my dad or mom lived in the righteous way, this would not happen to us എന്റെ മക്കളെ, today. നിങ്ങളെ കുറിച്ച് നിങ്ങൾ കൂട്ടുകാരെ പറയരുത്, എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരി എന്നെ കുറിച്ച് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി Wherever you കൊടുക്കരുത്. go, your friends should not say that if they have told me about the love of Jesus, I would not be here today. I would have been നിങ്ങൾ saved. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് You need to ഉണ്ടാകണം. have a life where you live close with ആ God. കാലം ഞാൻ ഓർക്കാറുണ്ട്. നമ്മളെല്ലാവരും പറയോ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതുമാണ് ഞങ്ങൾ ഇത്രത്തോളം ആകുവാൻ We കാരണമെന്ന്. often say it's because of our parents' prayer and their sacrifice why we are standing here today. പക്ഷെ എനിക്ക് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, അടുത്ത തലമുറ നമ്മളെ കുറിച്ച് അത് പറയണം. But I need to repeat this. Our next generation needs the same ഒന്നും thing കൊടുക്കാൻ about us. കഴിഞ്ഞില്ലെങ്കിലും ഈ തിരുവചന അടിസ്ഥാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന പിതാവേ, തിരുവചന ജീവിക്കാൻ കഴിയുന്ന മാതാവേ, നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് ആ കാലത്ത് എൻ്റെ പപ്പയും മമ്മിയും ആമേൻ ഇതിൽ വിശ്വസ്തരായിരുന്നു എന്നുള്ള സാക്ഷ്യം. Even if you have nothing to offer, if you give them this life, then they can say the testimony of your parents of what they have done for the children. ആമേൻ. മുൻപോട്ട് പോവുകയാണ്. I'm moving forward. അപ്പോൾ ഈ ശത്രുവായി അരാമ്യ രാജാക്കന്മാർ എങ്ങനെ വന്നിട്ടും അല്ലെങ്കിൽ ഇസ്രായേൽ രാജാവൊക്കെ വന്നിട്ടും ആമേൻ ഈ യഹൂദയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. No matter how strong these two people came, they were not able to defeat Judah here. അപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പറഞ്ഞ് ജയിപ്പാൻ അവർ യുദ്ധം നടന്നിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. So what meaning is there was a battle that was happening. പക്ഷേ ഈ ശത്രു രാജാക്കന്മാരായ ഈ അരാമേറ്റ്സ് അല്ലെങ്കിൽ അരാമ്യർ എന്താ ചെയ്യുന്ന അറിയാമോ മക്കളെ? ആമേൻ ഇവർ എഫ്രൈമിനെ ഇവർ കൂട്ടുപിടിക്കുകയാണ്. So what these Aramites are doing, they're trying to join together with the Ephraimites. ശ്രദ്ധിച്ച് കേൾക്കുക, ആരെ കൂട്ടുപിടിച്ചേ? With who? ഓ, നിങ്ങൾ എന്നെ നോക്കുന്നില്ല. ആരെ കൂട്ടുപിടിച്ചേ? എഫ്രൈമിനെ കൂട്ടുപിടിക്കുക. With Ephraim. അപ്പോൾ ഈ എഫ്രൈം ആരാന്ന് ചോദിച്ചാൽ ആരാ? ഇങ്ങനെ പറയാം, ഈ യഹൂദ അല്ലെങ്കിൽ യാക്കോബിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവർ തമ്മിൽ കസിൻസ്, ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കസിൻസ് ആണെന്ന് പറയാം. So we can say, in order for you to understand that they're cousins here. ഓക്കെ, ഈ ലേയിൽ ഉണ്ടായ 12 മക്കൾ ഒരാളാണ് യാക്കോബ് എന്ന് പറയുന്നത്. Out of the 12 children of Leah, Jacob is one of the sons. No, sorry. Judah was one of the Jacob's 12 sons. Sorry. Judah was one of the 12 sons of Jacob. Okay, എഫ്രൈം എന്ന് പറയുന്നത് യാക്കോബിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കുഞ്ഞല്ല, And he's not the direct son of Jacob. ഇങ്ങനെ പറയും, he was the son of Joseph, making Ephraim Jacob's grandson എന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നോക്കിയ മക്കളെ, എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളെ കൂട്ടുപിടിച്ചു. That they're getting their families together, coming together. ഇങ്ങനെ നമ്മുടെ പുതിയ ഭാഷ പറയാം, ഈ വിശ്വാസിയെ കൂട്ടുപിടിച്ചു. That they're taking their faithful friend together. ഓക്കെ, ഈ അന്നും ഇന്നും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ശത്രുവിനെ കൊണ്ട് നമ്മളെ തകർക്കുക എന്നുള്ളതല്ല. The biggest thing of the enemy is not that the devil himself defeats നിങ്ങളെല്ലാം us. വളരെ ശ്രവണക്കാല കുഞ്ഞുങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Pay attention, young ones. മാതാപിതാക്കളെ നോക്കിക്ക, വീണ്ടും പറയാം, ശത്രു നമ്മളിലേക്ക് വന്ന് തകർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു ഉത്തേജനമാണ് അതിനെ തിരിച്ചു തകർക്കാൻ. And so Satan himself has a plan for us, but it's our role and our responsibility to overcome that attack. പക്ഷേ ക്രിസ്തീയ സഭാചരിത്രവും സഭാചരിത്രങ്ങളും പഠിച്ചു കഴിയുമ്പോഴും സഭയ്ക്കകത്ത് തന്നെയാണ് വിശ്വാസികളെ കൂട്ടുപിടിച്ച് ശത്രു ദൈവത്തിന്റെ നിയോഗമുള്ളതിനെ തകർക്കുന്നത്. And Satan's biggest plan is inside of the church to bring believers together and destroy other people. അത് ഒരു അമ്മ പെറ്റ മക്കളാണെങ്കിലും സ്തോത്രം, ദൈവനിയോഗത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ രക്തബന്ധത്തെക്കാളും വിലയുള്ള ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധങ്ങളാണെങ്കിലും അതിനെ തകർക്കാൻ പിശാചിന്റെ പദ്ധതി പുറത്തു നിന്ന് ചിലരെ കൊണ്ടുവരികയല്ല, അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാൻ നാം അറിയാതെ അതിലേക്കായി പോകുകയാണ്. And the biggest plan of the devil is not to destroy blood relations, but those who have joined together as brothers and sisters of Christ, those relationships to be broken. മക്കളെ, ഈ അരാം രാജാവ് എഫ്രൈമായി കൂട്ടുപിടിച്ചപ്പോൾ ആഹാസ് ഭയന്നുപോയി. And so when the other two kingdoms joined together with Ephraim, Ahaz is becoming great fear here. അതായത് എഫ്രൈമായി കൂട്ടുപിടിച്ചപ്പോൾ ആഹാസ് രാജാവ് പേടിച്ചുപോയി. So when they joined together with Ephraimites, Ahaz is getting ഒന്ന് വായിക്കാം, ഐസിയ ചാപ്റ്റർ 7 verse 2 വായിക്കാം.
ഉം. ഉം. നോക്കി ഇങ്ങനെ പറയും, എന്നേക്കും രാജാവായിരിക്കുമെന്ന് വാഗ്ദത്തം ലഭിച്ച ദാവീദിന്റെ ഗൃഹം ഭയത്താൽ ഉലഞ്ഞുപോയി. And so the people who were called on the generation of David, now those people are becoming great. ഇങ്ങനെ പറയാം, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ പോയ ഒരു 20 So വയസ്സുകാരൻ, a man who lost all hope in God, who was 20 years old. ഓക്കെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. The one who gave the promise is അതുകൊണ്ടാണ് faithful. ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിച്ചത്, That's why we read in verse 1. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും അവനെ ജയിക്കുവാൻ ആ കാലത്ത് ശത്രുവിന് Even if കഴിഞ്ഞില്ല. he lost his walk with the Lord, the enemy could not overcome Ahaz. അപ്പൊ നോക്ക്, ദൈവം ഒരു സൈൻ അവന് കൊടുത്തതാ. So God gave him a മോനെ, sign. നീ പോകുന്ന പോക്ക് ശരിയല്ലെന്നറിയാം, എന്നിരുന്നാൽ ഞാൻ നിന്നോട് കൂടെ So ഉണ്ട്. even if you're not going in the right direction, I'm still with അതിന്റെ അർത്ഥം you. പാപം ചെയ്യാൻ ലൈസൻസ് അല്ല, That's not the license to പക്ഷെ sin, ആ ജയങ്ങൾ ഒരു വാണിംഗ് ആണ്, but to give a warning to those ആ people. നന്മകൾ ഒരു വാണിംഗ് To ആണ്, warning to those goodness people. നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഒരു വാണിംഗ് ആണ്. The joy that we're getting is a ആ warning. വാണിങ്ങിനകത്ത് മടങ്ങി വന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അവൻ കയറി In that പോകുകയാണ്. warning that we get to, if we do not return in that warning, he's going to the next level of defeat. ആ ഘട്ടത്തിനകത്ത് പറയുക, രണ്ടാം വാക്യപ്രകാരം പറയുന്നു, അവന്റെ ജനത്തിന് അവന്റെ ഹൃദയവും എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ ഹൃദയവും അവൻ മുഖാന്തരം ആ നേഷം മുഴുവനും, ആ ജനം മുഴുവനും ഭയത്താൽ ഉലഞ്ഞുപോയി. And because of Ahaz, not only Ahaz, but the whole entire nation trembled in fear. ആ കരം കൊളുത്തി കർത്താവ് നന്ദി Can we raise our പറഞ്ഞു. hands? നോക്കിക്കേ, ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓരോ ഘട്ടത്തിൽ വരുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ ഉലഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഹൃദയം എന്ത് ചെയ്യുക, ഉലഞ്ഞു പോയാൽ ആ ഭവനം മുഴുവൻ ഉലയുവാൻ തക്കവണ്ണം So ഇടയായിത്തീരും. if you fall in any sort of trial or test, not only you fall, but your entire family starts to tremble in പക്ഷെ fear. ഉലയുന്ന വിഷയങ്ങൾ വരത്തില്ല, ഞാൻ ഒരിക്കലും I'm പറയത്തില്ല. not saying these situations will not come പക്ഷെ to life. ഉലയുന്ന വിഷയങ്ങൾ വരും. That these trembling situations പക്ഷെ will ഒരു കാര്യം ഞാൻ come. പറയാം, But one thing I will ഈ say, തിരുവചനം എടുത്തുകൊണ്ട് ഇറങ്ങിയവരെ ആരും പരാജയപ്പെടുത്തിയതായി തിരുവചനത്തിൽ കാണാൻ but in the കഴിയുന്നില്ല. New Testament, in this word, we can see if you took the word and you went, and no one has ever fallen in പക്ഷെ history. ചോദിക്കും, ഇനി ഏത് വഴിക്കാ എന്നെ Now, ജയിപ്പിക്കുന്നത്? which way will I get that ഞാൻ victory? ഉലഞ്ഞു നിൽക്കുകയാ, I'm standing here ഒരു defeated. പരിഹാരം ഇതിനില്ല. There's no പക്ഷെ answer to ഒറ്റ this. കാര്യമേ But ഉള്ളൂ, only one thing. യേശുവിന്റെ വഴി. പാസ്റ്ററായ എനിക്ക് നിങ്ങൾക്ക് തുറക്കുന്ന ഏത് വഴിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവൻ തന്നെ വഴിയും സത്യവും But the ജീവനുമാകും. way that he has given nothing else but the truth and the life. മക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും ഇതിന്റെ കൂടെ ചേർത്ത് പറയാം, One thing I'll say along with this. 20-ാം വയസ്സിൽ, 18-ാം വയസ്സിൽ, 16-ാം വയസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ ഒരുപക്ഷെ അവൻ ദൈവത്തോട് കൂടെ നടന്നിട്ടായിരിക്കത്തില്ല. The 16 and 18 and 20 years of joy that you have is not because you have walked with പക്ഷെ God. അതൊക്കെ നിങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾക്ക് വാണിംഗ് ആണെന്ന് It's a ഓർത്തോണം. warning that God himself has given you. പ്രാർത്ഥിച്ചിട്ടോ ഹോളി ലൈഫ് ചെയ്തിട്ടുമല്ല നിങ്ങൾ ഈ സന്തോഷം You're not receiving അനുഭവിക്കുന്നത്. this joy because you're constantly praying and has a relationship പക്ഷെ with അപ്പോൾ him. നിങ്ങൾ ഓർത്തോണം, ഇനി അടുത്ത എഫ്രയുമായി കൂട്ടുപിടിച്ച് എന്റെ പിന്നാലെ ഇനിയോ വരാൻ സാധ്യതയുണ്ട്. But there's a chance that you join together with the Ephraimites അപ്പോൾ along when you നിങ്ങൾ go. ഉലഞ്ഞു പോകാതിരിപ്പാൻ ആ ഇമ്മാനുവേലിനടുത്തോട്ട്, God is with us, ദൈവത്തിന്റെ അരികിലേക്ക് മാതാപിതാക്കളെ നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞാൽ ഭവനങ്ങൾക്കകത്തുള്ള സകല ഉലച്ചിലുകളും സകല തകർച്ചകൾക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? Amen. Agree to that. No matter what you go through, if you accept Jesus and you got it, if you're gonna say that Emmanuel, God Himself is with us. ആ കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാൽ ഓക്കേ. അപ്പോൾ ഈ ഇങ്ങനെ ഉലഞ്ഞിരിക്കുന്ന ഒരു So a സാഹചര്യം, time where they're trembling in fear. ഈ സാഹചര്യത്തിനകത്താണ് ദൈവത്തിന്റെ ശബ്ദമായി യെശയ്യാ പ്രവാചകനെ ആഹാസ് രാജാവിന്റെ അരികിലേക്ക് And in അയക്കുകയാണ്. this time was when the Lord speaks to Isaiah to go to the presence of Ahaz. നോക്കിയേ, ഇനി വായിക്കാം. ഐശയ്യാ ചാപ്റ്റർ 7 വേഴ്സ് 3 ഒന്ന് വായിച്ചാട്ടെ. ആ
മതി. അവിടെ യെശയ്യാവും മകനെയും അവിടെ കാണിക്കുന്നുണ്ട്. So we see Isaiah and his son അത് ഞാൻ there. ഒരു തിയോളജി പ്രകാരം പറഞ്ഞിരിക്കുന്നത് രാജാവിനെയും അപ്പോൾ തന്നെ അവിടെയുള്ള ജനത്തെയും കാണിക്കുന്നു. So we can see the king and the people of that nation പിന്നെ there. ഇപ്രകാരം കണ്ടു, അതായത് രാജാവും അല്ലെങ്കിൽ കുറച്ച് ഒരു ശേഷിപ്പിനെ ദൈവം ഒത്തിരി പേര് വല്ല പ്രവാചകനും മകന് മാത്രം വന്നപ്പോൾ ഒരു ശേഷിപ്പിനെ ദൈവം എന്നും എക്കാലത്തും വേർതിരിച്ച് നിർത്തുമെന്ന് അതിന്റെ അർത്ഥം. So it's saying that God himself will call some people towards that people there. അവിടെ നമ്മൾ ഈ മേലെ കുളം എന്നൊരു ഭാഗം നമ്മൾ വായിച്ചില്ലേ? ഓക്കെ, അത് അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഇപ്രകാരം യെരൂശലേം സിറ്റി അല്ലെങ്കിൽ യെരൂശലേം സിറ്റിയുടെ പട്ടണത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗീഹോൻ അരുവി ആ നഗരമതിലിൻ്റെ പുറത്തൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അരുവിയേ ഉള്ളൂ. അവിടെ അതിൻ്റെ ഈ നഗരത്തിൻ്റെ പുറത്ത് മതിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ ഈ വലിയ തടാകം അത് കെട്ടി നിർത്തി വലിയ തടാകം ഉണ്ടാക്കും. ആ തടാകം പ്രത്യേകിച്ച് ആ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജലസ്രോതസ് മൊത്തവും എടുക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ രാജാവ് ഈ എഫ്രീം രാജാവുമായി അരാമി സൈന്യം ഒരുമിച്ച് വരുന്നു. ഞാൻ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞ് അങ്ങ് വിടുകട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്താൽ പറ്റുമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അരാമി സൈന്യം ഒരുമിച്ച് എഫ്രൈമായി വന്നു കഴിഞ്ഞപ്പോൾ വരുന്നു എന്ന് താൻ കേട്ടപ്പോൾ യുദ്ധസമാനമായ ഭയരഹിതമായ സാഹചര്യത്തിനകത്തും അവർ ഏറ്റവും പ്രധാന സമ്പത്തായ വെള്ളത്തിൻ്റെ സ്രോതസ് അത് ഭദ്രമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യമാണ് അതെന്നാണ് പശ്ചാത്തലം പറയുന്നത്. ഓക്കെ, അവിടെ ഈ അലക്കുകാരൻ്റെ വയൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് തുണി നെയ്തതിന് ശേഷം കളറും മുക്കി അവർ ഈ വെള്ളത്തിൽ കൊണ്ടുവന്നാണ് വീണ്ടും അതിനെ കഴുകി അവിടെ ഉണക്കുവാനിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ രാജാവ് വരികയാണ്. അവിടെ വെച്ച് രാജാവും യെശയ്യാവും മകനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇനി പശ്ചാത്തലം പറഞ്ഞു, 4-ാം വാക്യത്തിൽ നിന്ന് വന്നേ. Now come back to verse 4. സൂക്ഷിച്ചുകൊള്ളുക. രണ്ടും കറക്റ്റ്. അത് രണ്ടും കറക്റ്റ്. അപ്പോൾ പറഞ്ഞോ. സാവധാനമായിരിക്കുക. നോക്കിക്കേ, ഇതാരോടാ പറയുന്നത്? So who's saying this to who? ശ്രദ്ധിച്ചാൽ യെശയ്യാവ് ആഹാസിനോട് പറയുക. Isaiah is telling Ahaz. ഷോണെ ആരോടാ പറയുന്നേ? യെശയ്യാവ് ആഹാസിനോട് പറയുക. അതൊരു ശ്രദ്ധിച്ചാൽ എല്ലാവരും ഇരിക്കുന്ന കണ്ണ് എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സെൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിലും നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നോക്കിയേ, അപ്പോൾ യെശയ്യാവ് ആഹാസിനോട് പറയുക. അതായത് നീ ഭയപ്പെടരുത്, ധൈര്യം ക്ഷയിച്ചു പോകും. Be careful, stay calm, do not be afraid. ഞാൻ ഓർക്കുക, ദൈവമേ ഇത്രത്തോളം ദൈവത്തിന് അങ്ങ് സ്നേഹവും. How much great of a love does God have? വീണ്ടും പറയാൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. Remember the one who gave the promise is faithful. പറയുകയാണ്, രാജകീയ അഭിഷേകത്തിന്റെ റൂട്ട് നിന്നിലാണ്, അതിൽ കൂടെ ഒരുവൻ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. And once again the God's promise is the heavenly callings upon that ദാവീദ് പറഞ്ഞു, എന്നും നിലനിൽക്കുന്ന രാജകീയമായിട്ടുള്ള റൂട്ട് നിന്നിലുണ്ട്. And the kingdom calling is upon you. അവൻ അകന്നു പോയി ദൈവത്തിൽ ആടി ഉലഞ്ഞ് ഭയരഹിതമായ അല്ലെങ്കിൽ ഭയത്തിൽ നിൽക്കുന്ന ഒരുവനോട് വീണ്ടും പ്രവാചകനെ അയച്ച് ദൈവം സമാധാനിപ്പിക്കുകയാണ്. അവിടെ ഒന്നാമത് നാം കാണുന്ന ഒരു വാക്യം, ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരോട് ഒന്നാമതായി ദൈവം പറയുന്ന വാക്യമാണ് സൂക്ഷിച്ചുകൊള്ളുക. അതിന്റെ ആ ഒരു ഹീബ്രു വേർഡ് ഷോമേർ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചുള്ള ഇമ്പരേറ്റീവ്, അതൊരു കമാൻഡ് ആയിട്ടാണ് യെശയ്യാ പ്രവാചകൻ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അത് പ്രവാചകൻ മുഖാന്തരം രാജാവിന് കമാൻഡ് കൊടുക്കുന്നത്? അതിന്റെ അർത്ഥങ്ങൾ ഇപ്രകാരമാണ്: ടു കീപ് ഗോഡ് അല്ലെങ്കിൽ കീപ് വാച്ച് ആൻഡ് വാർഡ്, പ്രൊട്ടക്ട്, സേവ് ലൈഫ് എന്ന് ഈ അർത്ഥങ്ങൾ പറയുമ്പോൾ ഇപ്രകാരമാണ്: നീ നിന്നെ തന്നെ സൂക്ഷിക്കണം, നിനക്കുള്ളതിനെ നീ സൂക്ഷിക്കണം, നീ നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, നിന്റെ ജീവനെ നീ സംരക്ഷിക്കണം. So he's giving the promise, you have to keep yourself careful, the one who following you has to be careful, and the people around you, they themselves have to be careful. രാജകീയ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും, നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ ജീവനെ നീ സംരക്ഷിക്കണം. And the one who has received the heavenly calling has to
and remain faithful and be careful of their ഇന്ന് steps. പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, കർത്താവേ ആമേ ക്രിസ്തുവിലെ മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ How many കഴിയും? of you with full assurance saying, I am following the way of Lord and the way of He has called me under the heavenly ആ calling? കരങ്ങളെത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. We raise our hands and thank the ആമേ Lord. യൗവനക്കാരോട് എനിക്ക് വ്യക്തമായ ആത്മാവിന്റെ കാര്യം To പറയാനുണ്ട്. the young ones, I have to say something very മക്കളെ, നിങ്ങൾ seriously. ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഒത്തിരി ഭയത്തോടെ ആടി ഉലഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാ നിൽക്കുന്ന ഒരു In the സാഹചര്യമായിരിക്കാം. situation that you're going through, you don't know what to do next and going പക്ഷെ ഒരു all over. കാര്യം പ്രവചന ശബ്ദത്തോടെ ആത്മാവിനോട് But പറയാൻ one thing in the പറയുന്നു, prophesying towards you saying, ഇമ്മാനുവൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. Emmanuel, God is with you. ദൈവത്തിന് നിങ്ങളെ സൂക്ഷിപ്പാൻ നിങ്ങൾ വീണ്ടും Once തയ്യാറായാൽ, again, if you become careful of your വീണ്ടും steps, റീഡെഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ if you're തയ്യാറായാൽ, ready to redirect your life, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുമെന്ന് അവൻ ആത്മാവ് വ്യക്തമായി I തൂതു say പറയുക. very strongly in prophecy, the Holy Spirit will decide to take up everything that you are going ഈ through. ദൈവ സാന്നിധ്യം ദൈവജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഈ ദൈവ സാന്നിധ്യം ദൈവജനത്തിന് മേൽ Let വ്യാപരിക്കട്ടെ. your presence come upon ഓ your people. യൗവനക്കാരുടെ മേൽ ദൈവ സാന്നിധ്യം Let your presence വ്യാപരിക്കട്ടെ. come upon the young ആമേൻ. people of ചില God. ചില ആമേൻ സംശയത്തിന് മുകളിൽ ഇവിടെ നിൽക്കണോ എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾക്കകത്ത് മക്കളെ വ്യക്തമായി പരിശുദ്ധം പറയുന്നു, submit to God. He is going to take care of your problem. In any situation of doubt that you're going to, if you submit to God, God Himself will take care of you. മക്കളെ, ദൈവാത്മാവ് എന്നോട് ആരാണെന്ന് പറഞ്ഞ പൊതുവിൽ പറയുന്ന ദൂതനോട് പറയുന്നത്. And God's telling me, I don't know about professing പക്ഷെ ഒരുപക്ഷെ publicly. ഓൺലൈൻ വഴി വാച്ച് ചെയ്യുന്നവരുടെ Maybe മേലായിരിക്കാം. someone online. ഇന്ന് പകൽക്കാലം എല്ലാ മാതാപിതാക്കളും സ്തോത്രം ചെയ്ത് Yes, can we bless നമ്മുടെ Him? കുഞ്ഞുങ്ങൾ ആരെങ്കിലും സംശയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇടപെടേണ്ടതിന് എല്ലാ മാതാപിതാക്കളും വായ്കളെ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്ത് Can you open your mouth and praise God and ask Him to remove the doubts from our hearts, God? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty ഓ name of അവരെ Jesus. ഹൃദയങ്ങളെ ഉലച്ചു കളയുന്ന, Jesus. അവരെ ഹൃദയങ്ങളെ തകർത്ത് കളയുന്ന, അവരെ ഹൃദയങ്ങൾക്കകത്ത് ഭയം കൊണ്ടിടുന്ന, അവരെ ഹൃദയങ്ങൾക്കകത്ത് വ്യാകുലത കൊണ്ടിടുന്ന, അവരെ ഹൃദയങ്ങളിൽ ക്വസ്റ്റ്യൻസ് കൊണ്ടിടുന്ന അവ സകലത്തിനകത്ത് ഇമ്മാനുവൽ ഗോഡ് ഈസ് വിത്ത് us എന്നുള്ള ആ ദൈവ ശബ്ദം അവർ ഹൃദയത്തിലകത്ത് കയറുവാൻ യേശുവിന്റെ നാമം In ചൊല്ലി the mighty പ്രാർത്ഥിക്കുകയാണ്. name of Jesus, let it be gone. ഓ ജീസസ്. ആമേൻ. അടുത്ത വാക്കാണ് സമാധാനമായിരിക്കുക. And the next verse, peace be with you. അത് ഷോക്കാത്ത് എന്ന് പറയുന്ന ഒരു പദമാണ്. അത് മക്കളെ ഇമ്പറേറ്റീവ് കമാൻഡിങ് മൂഡിലാണ് അത് പറയുന്നത്. And we see in the Hebrew the shakar, the Emmanuel, or be with you. അവിടെ സാവധാനമായിരിക്കുക അമ്മ വായിച്ച ശരിയാണ്. മറ്റു ട്രാൻസ്ലേഷൻ സമാധാനമായിരിക്കുക എന്നുണ്ട്. And some translations we see that the peace be with you. ആമേൻ. അതിനകത്ത് ആഹാസിനോട് ദൈവം പറയുക, And so in there, Ahaz is telling, to be quiet, and God is telling Ahaz to be be quiet, undisturbed, to be undisturbed, to be at peace And of to be land. at peace. Yeah, peace. Yeah. To be quiet, to be quiet, be inactive. to be inactive. എന്ന് പറഞ്ഞാൽ നീ ഒന്നും ചെയ്യാൻ പാടില്ല, നീ എന്റെ വാക്കി കേട്ടത് കൊണ്ട് അനങ്ങാതെ വിടിരിക്കണം. So God is saying, you listen to my voice and do not do absolutely anything. സ്തോത്രം. ഈ ഭാഗം കേൾക്കുമ്പോൾ കൈനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. There's something that God tells Cain. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുക. The sin is standing at the door. എന്താ പാപം നിന്റെ അതുകൊണ്ട് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. And that you need to do it ദൈവിക wisely. ജ്ഞാനത്തോടെ കൈകാര്യം You need ചെയ്യണം. to take it wisely. കാരണം അടുത്ത സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് പിശാച് എന്താ വെപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. Because God knows the very next step of what the enemy has planned for you. അതുകൊണ്ട് ആഹാസിനോട് ദൈവം വീണ്ടും വാണിംഗ് കൊടുക്കുക. So God is giving Ahaz another നീ warning. എന്റെ വഴിയിലല്ലെന്ന് എനിക്കറിയാം. I know you're not in my way. അതുകൊണ്ട് നീ പെട്ടെന്ന് വീണു പോകാൻ So സാധ്യതയുണ്ട്. there's a chance that you fall away അതുകൊണ്ട് very കർത്താവേ quickly. വ്യക്തമായി പറയും, നീ സമാധാനമായിരിക്കുക. So God is clearly saying നീ to him, peace be with quiet-ആയിരിക്കണം. you. Be quiet. നീ ഡിസ്റ്റർബ് ആണ്, പക്ഷെ നീ ഡിസ്റ്റർബ് ആകാൻ I know you're പാടില്ല. disturbed, but do not നീ be disturbed. സമാധാനത്തോടിരിക്കണം. So be with നീ peace. ഇനാക്റ്റീവായി, നീ അതിനകത്ത് ആക്റ്റീവ് ആകരുത്. ഈ സാഹചര്യത്തിനകത്ത് Be inactive. Do not do anything and be active in this part. പറ്റുമോ നമുക്ക്? Can you do this? ഒരു സാഹചര്യത്തിൽ ആമ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയം നിരിക്കുമ്പോൾ പിശാചിന്റെ പദ്ധതി നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ യൗവനക്കാരെ ദൈവം പറയുക, മിണ്ടാതിരിപ്പാൻ എന്ന് പറ
പറഞ്ഞാൽ മാതാപിതാക്കളെ നമുക്ക് പറ്റൂ. At a time of doubt and fear, when God has a plan and he knows that enemy has a plan, when God tells you to be quiet, can we stay പക്ഷേ ഈ quiet? കാലയളവിൽ ദൈവാത്മാവിനെ അതുപോലൊരു അനുസരിക്കുന്ന തലമുറയെ ഫെയ്ത്ത് ടാബർനാക്കിളിനൊക്കെ കർത്താവ് But ആഗ്രഹിക്കുന്നു. God is wanting children of God that actually obey his voice മക്കളെ, today. നിങ്ങളുടെ ഈ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒന്ന് എടുത്തേ. Take the word of God into your hands. എനിക്ക് ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കേട്ടോന്ന് I know എനിക്കറിയുന്നില്ല. you may have not heard everything I മക്കളെ, said. എല്ലാവരും നിങ്ങൾ ബൈബിൾ കരങ്ങളിൽ take the Bible on your hands. ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്തേ, ഒന്ന് ലിഫ്റ്റ് ചെയ്തേ, Lift up the word of എല്ലാവരും ഒന്ന് God. ലിഫ്റ്റ് ചെയ്തേ. Can you lift up the എന്നിട്ട് word? എത്ര അങ്ങനെ തന്നെ ഇരുന്ന് എത്ര പേർക്ക് പറയും, കർത്താവേ നിന്റെ ശബ്ദത്തെ അനുസരിപ്പാൻ എന്നെ ഒന്ന് God, സഹായിക്കണമേ. would you help me to listen and obey to your നമ്മളെ voice? കൊണ്ട് പറ്റത്തില്ല, പക്ഷെ God- നിന്റെ ശബ്ദത്തെ അനുസരിപ്പാൻ എന്നെ ഒന്ന് God, on my സഹായിക്കണമേ. own I can't do it, but would you help me to ഇനി ബൈബിൾ താത്തു listen? വെച്ചോ. എന്താ കാര്യമെന്ന് അറിയാമോ? Why? ദൈവത്തിന് അറിയാമോനെ അടുത്ത സ്റ്റെപ്പ് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. God knows the next step I am going to കാരണം take. എനിക്ക് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഏത് ബന്ധത്തിലാണ് ദൈവത്തിന് അറിയാം. God knows where the relationship നാം with Him is right ദൈവമായിട്ട് now. ആഴത്തുള്ള ബന്ധമാണോ Are we അത് close? ദൈവത്തിൽ അകന്നു നിൽക്കുകയാണെന്നോ ദൈവത്തിനറിയാം. Are we close to God or far away from God? God Himself knows. പക്ഷെ പരിശുദ്ധാത്മ വീണ്ടും ആരോട് ദൂത് പറയുകയാണ്. Holy Spirit is prophesying to someone എനിക്കറിയാം today. വ്യക്തമായ പ്രവചന ശബ്ദത്തിന്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ബോധ്യത്തോടെ വിളിച്ചു With പറയുക. full knowledge of the prophecy of God പരിശുദ്ധ in me. നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവീൻ, Just stay നിങ്ങൾ quiet. സമാധാനത്തോടെ Just ഇരിക്കുവീൻ. be at peace. ഓ ആമേൻ ആമേൻ. നിങ്ങൾ ഡിസ്റ്റർബ് ആകരുത്. Do not be ആമേൻ. disturbed. നിങ്ങൾ ആക്റ്റീവ് ആകരുത്. അത് Do not- ഇന്നാക്റ്റീവ് ആ വിഷയത്തിന്മേൽ ഇരിപ്പീൻ. Do not be active but inactive. കാരണം ദൈവത്തിനറിയാം നിങ്ങൾ അടുത്ത മൂവ് മാനുഷികമായി ഏതാ വെക്കാൻ Because പോകുന്നതെന്ന്. God in your earthly knowledge knows what ആ step you're കരം going to കൊട്ടി take. കർത്താൻ നന്ദി Can we പറഞ്ഞാട്ടെ. thank our Lord? ശക്തമായി കർത്താൻ നന്ദി Can we പറഞ്ഞാട്ടെ. strongly thank our Lord? ഹല്ലേലൂയ. Hallelujah. ഓക്കേ, മാനുഷിക ആമേൻ ആമേൻ. അടുത്തത് ഓക്കേ, ഇവിടെ പറയാം ആമേൻ. ഒന്ന് പറഞ്ഞ് സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. അടുത്ത വാക്ക് അവിടെ പറയുന്നുണ്ട് മോനെ, 2 മുറിക്കൊള്ളികൾ നിമിത്തം എന്ന് പറയുന്നുണ്ട്. അവിടെ ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചേ. Be careful, stay calm, do not be afraid, do not lose hope because of the great anger of Rezon, Aram, and the son of Remaliah. അല്ല മോനെ, ഐശ്വര്യ 7:4-5 ആണോ? Yeah. See, these 2 smoldering stumps എന്നൊരു വാക്കുണ്ടോ? Stumps of firebrands. The smoldering stumps of firebrands. എന്ന് പറഞ്ഞ 2 മുറിക്കൊള്ളികൾ നിമിത്തം. And so we see the smoldering stamps as being എന്ന് പറഞ്ഞ described there. മാനുഷിക കണ്ണാൽ 2 എതിരാളികളും ഭയങ്കരമാണ്. So in the man's eyes, 2 kings coming together is great with great fear എന്ന് there. പറഞ്ഞ 2 ശത്രു രാജ്യങ്ങളും മാനുഷികമായി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. When 2 enemy nations are looking at me itself, it's great fear പക്ഷെ there. ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാക്യം നിട്ട മോനെ, ആ ദൈവം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ? Listen to the voice of God. ദൈവത്തിന്റെ കണ്ണിൽ എന്താണെന്ന് അറിയുമോ? ആമേൻ. കത്തുന്ന വിറകല്ല, ഒരു കത്തുന്ന വിറകിനെ മോനെ ഒരു പേന തരാം മോനെ. ഒരു പേനയുണ്ടോ? ഓക്കെ, ഇതാണ് എൻ്റെ ഉണ്ട്. ഓക്കെ, നോക്കിയേ, അത് ഇപ്രകാരമാണ്. ഇത് കത്തുന്നൊരു വിറകാന്നിരിക്കട്ടെ. Think of this as a pillar of fire. നോക്കിയേ, ഇതൊരു കത്തുന്ന വിറകാണ്. There's some fire. ഇത് മുറിക്കൊള്ളിയാകുക എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ കത്തുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങ് ഒടിച്ചു കളഞ്ഞു. So where is burning, that part is falling ഇപ്പൊ off. ഇതിനകത്ത് തീയുണ്ടോ? And now is there fire? മാനുഷിക കണ്ണി നോക്കിയപ്പോൾ അരാമും എഫ്രൈമേരും കത്തുന്ന ഒരു വിറകായിട്ട്, അല്ലെങ്കിൽ പറയാം ഒരു ഭയമായിട്ടാ ആർക്ക് തോന്നിയത്? ആഹാസ് രാജാവിന് When തോന്നിയത്. Ahaz looks with his manly eyes, Ephraim and Aram are burning still with great പക്ഷെ fire. ദൈവം പറയാം, നീ സൂക്ഷിച്ചു കൊള്ളുക മോനെ, നീ സാവധാനമായിരിക്കുക. ആ 2 കത്തുന്ന കൊള്ളികൾ നിമിത്തം നീ ഭയപ്പെട്ടു പോകരുത്. What God is saying, even if they're great of enemies, do not be afraid and become a fear of the ഇത് fallen ചാട്ടുളി stumps. പോലെ ആരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഇടപെടുകയാണ്. As someone who's റിമാ fearing ശഖല രഗതേനിയ. the name of Jesus. അവൻ ദൈവത്തെ വ്യക്തമായ ഭയങ്ങൾ മാറിപ്പോകട്ടെ. Let that fear be gone in the name ഭയങ്ങൾ of Jesus. മാറിപ്പോകട്ടെ. Let those fear be gone. ഭയങ്ങൾ വാക്കിനെ ആത്മ വീണ്ടും പറയുന്നു, ഭയങ്ങൾ Once മാറിപ്പോകട്ടെ. again I tell you, let that fear ഭയങ്ങൾ be മാറിപ്പോകട്ടെ. gone. Let that fear അക്കരം be സ്വർഗത്തിലേക്ക് gone. ഉയർത്തിപ്പിടിച്ചേ. Can we thank our God? എന്നിട്ട് പറ, ഭയം എന്റെ ഭവനത്തിൽ Let മാറിപ്പോകട്ടെ that എന്ന് പറ. fear be removed from my എന്റെ home. തലമുറയുടെ മുകളിൽ നിന്ന് ഭയം മാറിപ്പോകട്ടെ. children, let fear be മക്കളെ, നിങ്ങൾ removed. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. Children, can you raise your എന്നിട്ട് പറ, hand? ഭയം എന്റെ ജീവിതത്തിൽ Let മാറിപ്പോകട്ടെ. fear be gone. ഭയം എന്റെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. Let fear be gone. ഈ അവൻ ആത്മീയമായാലും ഭൗതികമായാലും ശാരീരികമായാലും മാനസികമായാലും ഏത് വിഷയത്തിന്റെ ഭയമാണ് നിങ്ങളുടെ ഭവനത്തെ പിടിച്ചിരിക്കുന്നത്, ആ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. Whatever spiritual, physical, emotion, what sort of doubt you're feeling,
In the name of Jesus, let വിശ്വസിച്ച് the fear be കരങ്ങളെ gone. അല്പസമയം നന്ദി Can we പറയട്ടെ. faithfully thank our ഒരുമിച്ച് God? അല്പസമയം Can we ആരാധിക്കട്ടെ. praise Him ആ today? ഭയങ്ങൾ നീങ്ങി മാറട്ടെ. Let the fear be കാരണം gone. ദൈവം ഇടപെടുകയാണ്. Because God is ദൈവം എന്താ interfering. പറയുന്നത്? അത് മുറിക്കൊള്ളിയാണ്. God is saying that it's a smoldering അതിനകത്ത് stuff. തീയില്ല. There is no light. നിന്നെ ദഹിപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. The enemy cannot overcome നീ you. ഒരുപക്ഷെ ദൈവത്തിൽ അകന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. Even if you're far away from പക്ഷെ God, പരിശുദ്ധാത്മ പറയുകയാണ്, Holy Spirit is നിന്നെ saying തീക്ക് വിട്ടുകൊടുക്കത്തില്ല ഞാൻ. that He will not put you in the fire. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? How many understand and എല്ലാവരും believe? ദിവസം എഴുന്നേറ്റ്